ഏറ്റവും അധികം നാറ്റക്കേസ് പിടിച്ച മന്ത്രി വീണ ജോർജാണ്. മാധ്യമപ്രവർത്തക എന്നതിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. പക്ഷേ മാധ്യമപ്രവർത്തനവും രാഷ്ട്രീയവും രണ്ടാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോൾ മന്ത്രിയായപ്പോഴാണ്. ഐസിയുവിൽ നിന്ന് നേരെ ഡിസ്ചാർജ് ചെയ്ത കേരളത്തിലെ ആദ്യത്തെ രോഗി എന്ന കിരീടത്തോടെ വീണ അർദ്ധരാത്രിയിൽ ആശുപത്രി വിടുകയാണ്. നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. എങ്ങോട്ടാണ് മന്ത്രി പോയതെന്ന് ആർക്കും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. വീണ ജോർജിനെ തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുമെന്നാണ് പത്രവാർത്തകൾ വന്നതെങ്കിലും പിന്നീട് അറിഞ്ഞു വീണ പത്തനംതിട്ടയിലെ വീട്ടിലുണ്ടെന്ന്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. കേരളത്തിൽ നമ്മളെല്ലാം ശത്രുക്കളാണ്. എനിക്കറിയത്തില്ല, ഞാൻ ആ പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന പൊളിറ്റിക്സിൽ എനിക്ക് ആരും ശത്രുവില്ല. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ട, ഞാൻ വേണേ എഴുതി വേണം തന്നേക്കാന്ന് പറഞ്ഞു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ വന്നു, അവർ നിന്നു. അവരുടെ സമരം കഴിഞ്ഞപ്പോൾ ഞാൻ അവർ പിരിഞ്ഞു പോയപ്പോൾ ഞാൻ കൈ കൊടുത്തു. ഞങ്ങളുടെ നാട്ടിലെ സംസ്കാരം എൻ്റെ പിതാവിനെ കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരെയും തുല്യമായി കാണുന്ന സമീപനമായിരുന്നു അദ്ദേഹത്തിന്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. 80കളിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ ഒരു സമരം അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ സമരം കഴിഞ്ഞപ്പോൾ കപ്പയും ബീഫും കഴിച്ച് അവർ പിരിഞ്ഞുപോയി. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അവര് പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ മുഖം തിരിച്ചു നിൽക്കുന്നുവെന്നോ അല്ലെങ്കിൽ അവരെ ഞാൻ പുച്ഛിച്ചതോ ഒന്നുമല്ല. അവരോട് എനിക്ക് തികഞ്ഞ ബഹുമാനമുള്ളത്. അത് ജോറായി, എനിക്കിഷ്ടായി. അവര് പ്രതിപക്ഷ നിലയിൽ അവർ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ബാധ്യത കൂടി എനിക്കുണ്ട്. അതല്ല, അവരെ കാണുമ്പോൾ തന്നെ എന്റെ കഴുത്ത് കൊടുക്കത്തില്ല. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.